അപ്പോൾ നമ്മുടെ അടുത്ത ഒരു വണ്ടിയുടെ കോളിസിൻ്റെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കാണിച്ച ആ 3 വണ്ടിയിൽ 3 കോളിസിൽ ഒരു കോളിസും കൂടിയാണിത്. ഫുള്ളി കംപ്ലീറ്റ് ആയി. നമ്മുടെ പോളിഷും കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. കസ്റ്റമർ നാളെ വരുമ്പോൾ നമുക്ക് വാക്സ് ഇട്ട് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാം. വാഷ് ചെയ്ത് എല്ലാം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫുൾ വർക്ക് നമ്മുടെ പാത്തുവിൻ്റെ അതേ സെയിം കണ്ടീഷനിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഔട്ടർ ഇന്നർ നമ്മൾ ചെയ്തിട്ടില്ല. ഔട്ടർ എന്ന് പറഞ്ഞാൽ അലോയ് വീല് മാത്രം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം നമ്മുടെ വണ്ടിയുടെ സെയിം കണ്ടീഷനിലേക്കാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻറ്റീരിയർ വർക്ക് നമ്മൾ ഇതിനകത്ത് അധികം അങ്ങോട്ട് ചെയ്തിട്ടില്ല. എക്സ്റ്റീരിയർ വർക്ക് മാത്രമാണ് കൂടുതലായിട്ട് ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ മറ്റേ ലോഗോ ഒക്കെ കസ്റ്റമർ തന്നെയാണ് കൊണ്ടുവന്നത്. കസ്റ്റമർ തന്നെ സപ്ലൈ ചെയ്തതാണ് ലോഗോ. ഇപ്പോൾ അടുത്തൊരു വണ്ടിയുടെയും നമ്മൾ ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. 1-2 വണ്ടിയും കൂടെ നമുക്ക് ഈ അടുത്ത് തന്നെ ആയിട്ട് 3 കോളേജ് അടുത്ത് തന്നെ ആയിട്ട് നമുക്ക് വീണ്ടും ഡെലിവറിക്ക് നിൽക്കുന്നുണ്ട്. ഫൈനൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന സ്കേർട്ട് ലിപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ ലൈറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ഒന്ന് പാർക്കിടുമോ അജയ്? പാർക്ക്. പിന്നെ അതുപോലെ തന്നെ ഗ്രില്ലിൽ നമ്മൾ എല്ലാ വണ്ടിക്കും ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ഗ്രില്ലിൽ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു ടൂണിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ DRL ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ DRL ഇപ്പോൾ എല്ലാ കസ്റ്റമറും നമ്മൾ ചോദിക്കുന്നുണ്ട്, എല്ലാ വണ്ടിക്കും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വണ്ടിക്കും നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രിൽ ലൈറ്റും അതുപോലെ തന്നെ സ്മോക്കാണ്, അതുകൊണ്ട് നമുക്ക് കാണില്ല. നോർമലി ഇരിക്കുമ്പോൾ കാണില്ല, ലൈറ്റ് ഇട്ടാൽ മാത്രമേ നമുക്കത് അറിയുള്ളൂ. ആ ഗ്രില്ല് ലൈറ്റും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഫ്രണ്ടിൽ വരുന്ന ഫോക്കസ് ലൈറ്റിൽ ഫോഗ് ലൈറ്റിൽ നമ്മൾ DRL ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹൈ ബീം ഉണ്ട്, ലോ ബീം ഉണ്ട്. അത് തന്നെ അത്യാവശ്യം നല്ല പവറും ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഹെഡ് ലൈറ്റോ ഫോഗ് ലാമ്പ് ലൈറ്റോ ഒന്നും നമ്മൾ മാറ്റിയിട്ടില്ല. വൈറ്റ് ടൂണിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. എല്ലാം ആ യെല്ലോ ഷെയ്ഡിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിനകത്ത് അടിയിൽ ബാർ ലൈറ്റും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാർ ലൈറ്റ് നമുക്ക് ആ നമ്പർ പ്ലേറ്റ് കുറച്ചുകൂടെ മുകളിലേക്ക് കയറ്റണം. കയറ്റിയാൽ മാത്രമേ ആ ബാർ ലൈറ്റ് കാണുള്ളൂ, അല്ലാതെ ആ ബാർ ലൈറ്റ് കാണില്ല. അപ്പോൾ ആ ബാർ ലൈറ്റ് മുകളിൽ കയറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനുണ്ട്. അതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാർ ലൈറ്റ് കറക്റ്റായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റുള്ളൂ. ഈ ഒരു ടൂണിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അടിയിൽ നമ്മൾ ലിപ്പ് എപ്പോഴും ബ്ലാക്ക് അല്ലാതെ ഒരു എലിഫൻറ്റ് ഗ്രേവിയറിന് പോലെ ഒരു കളറാണ് അതിനകത്ത് നമ്മൾ കയറ്റുന്നത്. ഒരു ടൂണിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ അധികം ചെയ്തിട്ടില്ല, എക്സ്റ്റീരിയറാണ് കംപ്ലീറ്റ് വർക്ക്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം, ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും സെൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെൻസർ വന്നിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ഫോഗ് ലാമ്പിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ആ ഒരു സെൻസറിൻ്റെ ലൈൻ മാത്രം നമ്മൾക്ക് വിടിയിച്ച് വിട്ടില്ലെങ്കിൽ പിന്നെ വെറുതെ ബീപ്പ് സൗണ്ട് വന്നുകൊണ്ടേയിരിക്കും അതിനകത്ത്. അപ്പോൾ അത് മാത്രം നമുക്കൊന്ന് ചെയ്യാനുണ്ട്. ബാക്കി കോർണറിലേക്കൊക്കെ കറക്റ്റായിട്ട് തന്നെ ബീപ്പ് സൗണ്ട് വരും. അതും കസ്റ്റമറുടെ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാക്കിലും ഫ്രണ്ടിലും ഇതിൻ്റെ എന്താ പറയുക സെൻസർ കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയുക വീൽ കപ്പാണ്. അത് കസ്റ്റമർ തന്നെ സപ്ലൈ ചെയ്താണ് നമുക്ക്. വീൽ കപ്പ് ഒരു വെറൈറ്റി ലുക്ക്, നമ്മുടെ പണ്ടുള്ള വണ്ടികളുടെ ഒക്കെ ഒരു വീല് പോലുള്ളൊരു വീലാണ് ഒരു ടൂണിലേക്കാണ് കൊണ്ടുവന്നിരിക്കേണ്ടല്ലേ. നല്ല രസമാണ് കാണാനായിട്ട്. ഇതുവരെ നമ്മൾ കണ്ടതിലും ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ്, പക്ഷേ ഒരു ഡിസൈനാണ് അതിനകത്ത്. ഡബിൾ ഷീൽഡ് പോലെയാണ് അതിനകത്ത് വരുന്നത്. ഒരു ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് എന്താ പറയുക ഒരു ബോൾട്ട് വെച്ച് ആഡ് ചെയ്യുന്നത് പോലുള്ളൊരു ലെവലിലേക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഡബിൾ കപ്പ് ഇരിക്കുന്ന പോലെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത് തന്നെ. കാണാൻ തന്നെ നല്ലൊരു വൃത്തിയുണ്ട്, നല്ല രസമുണ്ട്. പക്ഷേ എന്താണ്, നമുക്ക് അഴിക്കുമ്പോഴും ഇടുമ്പോഴും കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. പിന്നെ ടയേഴ്സൊക്കെ കസ്റ്റമർ തന്നെ നേരത്തെ മാറ്റിയതാണ് ഇതിനകത്ത്. അത് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഹൈലക്സിൻ്റെ മിററാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും പുറമേ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാക്ക് നോക്കിയിട്ട് എടുക്കട്ടെ. KLY എന്ന് പറയുന്ന മാക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുണ്ട് നമുക്ക്. അതല്ലാതെ വേറൊരു കമ്പനിയും വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ അലുമിനിയം നല്ല വെയിറ്റ് ഉള്ളതാണ്. അതും നമുക്ക് യൂസ് ചെയ്യാം. അതും നല്ല രസമാണ് കാണാനായിട്ട്. അല്ല, ഈ സെയിം കണ്ടീഷൻ തന്നെ, പക്ഷേ കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടാവും. ഇനി നമുക്ക് റേഡിയോൻ്റെ ആൻറ്റിനെ ഒന്ന് ഇതിനകത്ത് സെറ്റ് ചെയ്യാനുണ്ട്. എപ്പോഴും നമുക്ക് ഡെലിവറി ചെയ്യുമ്പോൾ ചെറിയ വർക്കുകൾ ക്വാളിറ്റിയിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് എന്തായാലും നമുക്ക് ചെയ്യണം. പിന്നെ ഇതിൻ്റെ നമ്മൾ സൈഡ് ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ് നമ്മൾ ലുമാക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് ഇൻഡിക്കേറ്റർ ഒറിജിനൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെൻഡറിൽ വരുന്ന ഇൻഡിക്കേറ്ററും നമ്മൾ
IGL എന്ന് പറഞ്ഞ കമ്പനി എന്ന് വെച്ചാൽ ടൊയോട്ടയുടെ ബ്രാൻഡ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റിക്കേഴ്സ് എല്ലാം നമ്മൾ നോർമൽ സ്റ്റിക്കേഴ്സാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ താഴെ നമ്മൾ ക്രോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലാപ്പും ഇതിൽ ബ്ലാക്ക് കളർ ഫ്ലാപ്പ് ഇട്ടിട്ട് അതിൻ്റെ നമ്മളൊരു സ്റ്റീലിൻ്റെ ഇതും ഇട്ടിട്ടുണ്ട്, സ്റ്റീൽ അഴിച്ചു വിടും സ്റ്റിക്കർ. ഇത് വരുമ്പോൾ നമുക്ക് സ്റ്റിക്കറോട് കൂടിയിട്ടേ വരും. നമ്മൾ തകിടെല്ലാം അടിച്ച് റിവറ്റെല്ലാം അടിച്ചതിന് ശേഷം ആ സ്റ്റിക്കർ അതിനകത്തുനിന്ന് റിമൂവ് ചെയ്ത് കളയും. അങ്ങനെ നമുക്ക് ആ ഒരു ഫ്ലൈറ്റനിങ് കറക്റ്റായിട്ട് അതിനകത്ത് കിട്ടും. അതുപോലെ തന്നെ ഡബിൾ സ്റ്റെപ്പ് വെച്ചിട്ടില്ല അടിയിൽ, നമ്മൾ സിംഗിൾ സ്ക്വയറിൻ്റെ സ്റ്റെപ്പ് മാത്രമാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എടുത്ത് നമുക്ക് പറയാം അലോയ് ഇതിൻ്റെ കപ്പ് തന്നെയാണ്. കപ്പ് കാണുമ്പോൾ ശരിക്കും ഒരു നല്ലൊരു അലോയ് വീല് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു നല്ലൊരു രസമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഡാഷ്ബോർഡ് ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതും ബ്ലാക്ക് ടൂണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ കവറും ഇതിനകത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ കൺസോളിൻ്റെ ടോപ്പ് കവറും അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ ഗിയർ ലിവറിൻ്റെ കവറും സെയിം കളർ ടോണിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സീറ്റൊക്കെ നോർമലി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്വിഫ്റ്റിൻ്റെ റൂഫ് ഹാൻഡിലും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വണ്ടിക്കും ആ ഒരു ടൈപ്പിൽ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. ഇൻറ്റീരിയറിൽ പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ അടിയിൽ വിനൽ മാറ്റ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ഇൻറ്റീരിയൽ വർക്കിൽ ഉള്ളത്. പിന്നെ കൂളിംഗ് ഫിലിമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു സൺവൈസർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബീറ്റിൻ്റെ റിയർ വൈപ്പർ നമ്മൾ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാത്രമേ നമുക്ക് സ്യൂട്ടാവുള്ളൂ കേട്ടോ. ഈ ഫോർച്യൂണർ അങ്ങനെയുള്ളതിനൊന്നും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ആവില്ല. പിന്നെ അതുപോലെ റിയറിൽ ടൈലൈറ്റും അതുപോലെ റിഫ്ലാക്ടറും നമ്മൾ ഒറിജിനൽ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സ്കേർട്ടും ലിപ്പും ബാക്കിലും ഇതുപോലെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ബമ്പറിലും നമ്മൾ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലും നമ്മൾ സെൻസർ ആഡ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറയും അതായത് നമ്മൾ ബാക്കിൽ ബമ്പറിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലോഗോ അവർ കൊണ്ടുവന്നത് സാധാരണ നോർമൽ ലോഗോയാണ്, ഒറിജിനലല്ല. ഒറിജിനൽ ലോഗോ ഇങ്ങനെയല്ല, വേറൊരു ഷേപ്പിലാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ഷേപ്പിലും ലാൻഡ് ക്രൂസറിന് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അത്ര ഒരു എഫക്റ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടില്ല, കാണാൻ ഭംഗി ഇതിനകത്ത് കിട്ടില്ല. സാധാരണ നോർമലാണ്, ഒറിജിനലല്ല. പിന്നെ അധികം സ്റ്റിക്കർ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയൊക്കെ അതൊക്കെ കസ്റ്റമറിൻ്റെ ടൂണിന് അവർക്ക് വേണ്ട പോലെ ചെയ്താൽ മതി. പിന്നെ ആൻഡ്രോയിഡും ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് കസ്റ്റമർ സപ്ലൈ തന്നെയാണ്. കസ്റ്റമർ തന്നെയാണ് ആൻഡ്രോയിഡ് കൊണ്ടുവന്ന് തന്നത്. അത് തന്നെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ജംസൺ എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു മേഖലയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്പീക്കറുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. സ്പീക്കറൊക്കെ കസ്റ്റമർ തന്നെ ആഡ് ചെയ്യുക എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സ്പീക്കറുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. കസ്റ്റമർ തന്നെ ബാക്കിലും ഫ്രണ്ടിലും എല്ലാം അത് കസ്റ്റമർ തന്നെ ആഡ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല. ഇൻറ്റീരിയൽ വർക്ക് കമ്മിയാണ്, എക്സ്റ്റീരിയറാണ് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് തന്നെ. പിന്നെ എല്ലാ ഹാൻഡിലും കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലാക്ക് കളർ ടൂണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് KL 53C 5417 വിശേഷം. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ അഷറഫ് ഭായിയുടെ വണ്ടിയാണ് അടുത്തത്. അവിടെ പോളിഷ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഷറഫ് ഭായി കാണണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോ. ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ ആ വണ്ടി പക്കാ ക്ലിയർ ആവും. ഇനി ചെറിയ ചെറിയ വർക്കുകളുണ്ട്, ഒരു 1-2 ദിവസത്തിനുള്ള വർക്കുകളുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടി നമുക്ക് ഡെലിവറി ചെയ്യാം. അതിലും അതുപോലെ എല്ലാ കാര്യങ്ങളും അലോയ് കാര്യങ്ങളും പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് ഫിറ്റിങ്സ് എല്ലാം ഏകദേശം തീർന്നാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ അതിനകത്തും നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.